പശ്ചിമേഷ്യയുടെ ചക്രവാളത്തിൽ വീണ്ടും അധിനിവേശത്തിന്റെ കരിനിഴൽ പടരുകയാണ്. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ ഇറാന്റെ തീരങ്ങൾ ലക്ഷ്യമാക്കി USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ നീങ്ങുന്നു. അത് കേവലമൊരു സൈനിക വിന്യാസമല്ല, മറിച്ചൊരു ജനതയുടെ ആത്മാഭിമാനത്തിനുമേലുള്ള വെല്ലുവിളിയാണ്. എന്നാൽ ഈ കടന്നുകയറ്റത്തിന് മുന്നിൽ തെഹ്റാൻ തനിച്ചല്ലെന്ന് ലോകത്തിനു മുന്നിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് അണിനിരന്നു കഴിഞ്ഞു. ലെബനന്റെ മണ്ണിൽ നിന്നും ഹിസ്ബുള്ള തലവൻ നഈം കാസിമിന്റെ വാക്കുകൾ ഇടിമുഴക്കം പോലെയാണ് മുഴങ്ങിയിരിക്കുന്നത്. ഇറാനു നേരെയുള്ള ഏതൊരു നീക്കവും പശ്ചിമേഷ്യയെ ചാമ്പലാക്കുന്ന മഹാവിസ്ഫോടനത്തിന് തുടക്കമിടുമെന്ന് അദ്ദേഹം ഉറച്ച ഭാഷയിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. സയണിസ്റ്റ് അമേരിക്കൻ സഖ്യത്തിന്റെ ഏത് അധിനിവേശത്തെയും പ്രതിരോധിക്കാൻ ഹിസ്ബുള്ള സജ്ജമാണെന്നാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയ്ക്കുള്ള മറുപടി ഇറാഖിന്റെ മണ്ണിൽ നിന്നും എത്തിയിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ യുദ്ധം അമേരിക്ക വിചാരിക്കുന്നത് പോലെ ഒരു അനായാസ സംഗതിയായിരിക്കില്ലെന്ന് ഖത്തബി ഹിസ്ബുള്ള തലവൻ അബു ഹുസൈൻ അൽ ഹമീദാവി വ്യക്തമാക്കിയിട്ടുണ്ട്. 2014 ISIS ഭീകരതയെ തകർത്തെറിഞ്ഞ അതേ കരുത്തോടെ തങ്ങളുടെ പോരാളികളോട് യുദ്ധത്തിന് തയ്യാറാകാൻ അദ്ദേഹം ഇതിനോടകം തന്നെ ആഹ്വാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ ഇസ്രായേലും അമേരിക്കയും ഇറാൻ ആക്രമിച്ചപ്പോൾ ലെബനനിലെ ഹിസ്ബുള്ളയും ഇറാഖിലെ സായുധ ഗ്രൂപ്പുകളും ഉൾപ്പെടുന്ന പ്രതിരോധത്തിന്റെ അച്ചുതണ്ടെന്നറിയപ്പെടുന്ന പ്രാദേശിക സഖ്യകക്ഷികളൊന്നും സഹായത്തിനെത്തിയിരുന്നില്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറുമെന്ന് ഉറപ്പാണ്. അത് ഹമീദാവിയുടെ വാക്കുകളും വ്യക്തമാക്കുന്നുണ്ട്. കടൽ കടന്നുള്ള ശത്രുക്കളെ തടയാൻ ചെങ്കടലിൽ ഹൂതികൾ ആയുധം മൂർച്ച കൂട്ടി കാത്തിരിക്കുന്നതും അമേരിക്കയ്ക്ക് തിരിച്ചടിയാകും. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ ധാരണകൾക്കപ്പുറം ഇറാന്റെ സുരക്ഷയ്ക്കായി ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം സ്തംഭിപ്പിക്കുമെന്നും പുതിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുമെന്നും ഹൂതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇറാനൊപ്പം മേഖലയിലെ പ്രതിരോധ അച്ചുതണ്ട് എന്തായാലും അണിനിരക്കുമെന്നാണ് ഇവയെല്ലാം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല.